സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയുടെ പരസ്യം കാണാത്ത മലയാളികളുണ്ടാവില്ല. ആ പരസ്യം നമുക്ക് സമ്മാനിച്ചത് ഹാപ്പി എന്ന ബ്രാൻഡാണ്. കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ച SLK ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഹാപ്പി എന്ന ഫുഡ് പ്രോഡക്റ്റ് മലയാളിയിലെത്തിയത്. പിന്നെ അതിൻ്റെ അച്ചാറും ജാമും ഒക്കെ നമ്മൾ കണ്ടു, ഏറെ രുചിച്ചു. ഈ ബിസിനസ് സംരംഭത്തിന് ചുക്കാൻ പിടിച്ച SLK ഫുഡ് പ്രോസസ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഖാലിദ് സാഹിബാണ് ഇന്ന് സുപ്രഭാതത്തോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. 1980 തുടങ്ങിയ ശരിക്കും ഒരു 45 വർഷമായി യാത്ര തുടങ്ങിയിട്ട്, ബിസിനസ് ജേണി തുടങ്ങിയിട്ട്. ശരിക്കും ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ്. അതെ. ആ ഒരു കാലത്ത് തുടങ്ങി. എന്തായിരുന്നു ബിസിനസ്സിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് ആയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന് ഏതൊരു നിമിഷത്തിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞാൻ ഈ ബിസിനസ് തുടങ്ങാനുള്ള പ്രധാന കാരണം, ഞാനൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. 1975 മുതൽ ഞാൻ കോഴിക്കോട് ഒരു പഴയ ഫുഡ് പ്രൊഡക്റ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു, MSCS സത്രവാല എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇവിടെ കോഴിക്കോട് ഫുഡ് പ്രൊഡക്റ്റിൽ ആദ്യമായിട്ട് ഈ പിക്കിളും സിന്തറ്റിക് വിനീഗർ, റോസ് വാട്ടറൊക്കെ തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ കോഴിക്കോട് MP റോഡിൽ ഷോപ്പും, അതേപോലെ ജയന്തി ബിൽഡിങ്ങിൽ മസ്ജിദ് ബസാർ ട്രേഡേഴ്സ് തരത്തിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഞാനവിടെ 1975 ജോയിൻ ചെയ്തു. ഒരു 3 വർഷം അവരെ കൂടെ മാർക്കറ്റിൽ മലബാർ ഏരിയയിലും അതേപോലെ തിരുവിതാംകൂർ ഏരിയയിലുമൊക്കെ സെയിൽസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ. ഇപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് ആയിരുന്നു അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി സെയിൽ നടത്താൻ വേണ്ടിയിട്ട് സെയിൽസ്മാനായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ഭാവിയുണ്ട് എന്നുള്ള ഒരു കണ്ടതുകൊണ്ടാണ് അവിടുന്നാണ് ആ തിരിച്ചറിവ് കിട്ടുന്നത്. അങ്ങനെ 1978 കോഴിക്കോട് തന്നെ സൗത്ത് ബീച്ച് റോഡിലുള്ള ഒരു കമ്പനി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഞാനും അനിയനും ഈ ഇതിലേക്ക് വരുന്നത്, ഈ സംരംഭം തുടങ്ങുന്നത്. കമ്പനി ആദ്യം വാടകയ്ക്ക് എടുത്തിട്ടാണ് 1978. 2 വർഷം ഈ വാടകയ്ക്ക് എടുത്ത കമ്പനി നടത്തിയിട്ടാണ് 1980 വെറൈറ്റി എഡിബിൾ ആൻഡ് പാലറ്റബിൾസ് എന്നുള്ള സ്ഥാപനം ആനിയാൾ റോഡിൽ ആരംഭിക്കുന്നത്. അത് ഈ 1978 ഞങ്ങൾ ഈ കമ്പനി വാടകയ്ക്ക് എടുത്ത് 2 വർഷം നന്നായിട്ട് നടത്തിയപ്പോൾ അത് വാടകയ്ക്ക് തന്ന ഉടമക്ക് അത് തിരിച്ചു വേണം എന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. 78 തുടങ്ങി 2 വർഷം ഈ ഒരു കാലയളവിൽ അന്ന് അവരുണ്ടാക്കിയിരുന്നൊരു ഗുൽസാർ, അൻസാരി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിലുള്ള സാധനങ്ങളായിരുന്നു ഞങ്ങൾ വിറ്റിരുന്നത്. അത് നല്ല രീതിയിൽ ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി നടന്നപ്പോൾ അതിൻ്റെ ഓണർക്ക് അത് തിരിച്ച് വേണമെന്നുള്ളത് നിലയിലെത്തി. അപ്പോൾ നമുക്കത് സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അങ്ങനെയാണ് ആനിയാൾ റോഡിൽ വന്നിട്ട് ഒരു ബിൽഡിങ് വാടകയ്ക്ക് എടുത്തുകൊണ്ട്, അതെ, സംഘം തിയേറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്, അത് നമ്മളെ കോഴിക്കോടിന് കാലിക്കറ്റ് മെറ്റൽ മാർട്ട് എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ആളുടെ ബിൽഡിംഗ് ആയിരുന്നു. അയാൾ ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ബിൽഡിംഗ് തരികയും അവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ കമ്പനി നേരിട്ട് FPO ലൈസൻസാണ് അന്നുള്ളത്, ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസൊക്കെ നേരിട്ടെടുത്ത് ഞങ്ങളുടേതായിട്ട് തന്നെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും വെറൈറ്റി എഡിബിൾ ആൻഡ് പാലറ്റബിൾസ് എന്നായിരുന്നു ആ യൂണിറ്റിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ശബരി എന്നുള്ള ബ്രാൻഡിലും വെറൈറ്റി എന്നുള്ള ബ്രാൻഡിലാണ്, ആദ്യം വെറൈറ്റി എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ ഈ സാധനങ്ങൾ നടത്തി. സിന്തറ്റിക് വിനീഗറും പിക്കിൾസും മാത്രമേ അന്ന് ഉണ്ടാക്കുന്നുള്ളായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങി. 82 ആകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ശബരി എന്നുള്ള ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നു. ശബരി എന്ന ബ്രാൻഡിൽ കുറേ കൂടുതലായിട്ട് ഞങ്ങൾ പിക്കിൾസിൻ്റെ വെറൈറ്റീസൊക്കെ കൂടുതലുണ്ടാക്കി, അതേപോലെ പാക്കേജിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ഞാൻ തന്നെ സെയിൽസിന് നേരിട്ടൊരു മാർക്കറ്റിലേക്ക് പോകലും അനിയന് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു രീതിയിലായിരുന്നു അന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. മലബാർ ഏരിയയിലും അതേപോലെ ഇവിടുന്ന് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയയിലൊക്കെ വാഹനത്തിൽ നേരിട്ട് സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കടകളിലൊക്കെ നേരിട്ട് കൊടുക്കുന്ന, ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുപോയിട്ട് കടകളിലൊക്കെ ഉണ്ട്. അന്ന് ഈ വാഹനം
സ്വന്തം വാഹനമൊന്നുമില്ല. ആ വാഹനം വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ സാധനം കയറ്റി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തിയിട്ടാണ് ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിരുന്നത്. 1985 ആയതിനു ശേഷമാണ് ഇവിടെ നമ്മൾ ഈ പൂവാട്ടുപറമ്പ് എന്ന സ്ഥലത്ത് വന്നിട്ട് ലാൻഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് SLK ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതും 87 വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഹാപ്പി എന്നുള്ള ബ്രാൻഡിലേക്ക് വരുന്നത്. ഈ തുടക്കത്തിൽ ശരിക്കും നേരത്തെ ഒരു സേഫായിട്ടൊരു ജോലി, സെയിൽസ്മാൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ജോലിയൊക്കെയാണല്ലോ. അപ്പോൾ ജോലി എടുത്ത് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് അത് ശരിക്കും അവതരിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ടല്ലോ, വീട്ടുകാരുടെ മുന്നിലായാലും ഫാമിലിയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഇന്നത്തെ കാലത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു കാലത്ത് ഞാനൊരു കച്ചവടം ചെയ്യാൻ പോവുകയാണ്. അതുമാത്രമല്ല, കച്ചവടം ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അന്ന് ഒരു കച്ചവടം ചെയ്യാൻ പോകുന്ന എല്ലാവരും വിചാരിക്കും ഒരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും പെട്ടെന്ന് ചിന്തിക്കുക. പക്ഷെ ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോവുകയാണെന്ന് ചിന്തിക്കുമ്പോൾ അത് പറയുമ്പോൾ എന്തായിരുന്നു അന്ന് വീട്ടിലുള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ അടുത്ത് ഉണ്ടായിരുന്ന റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലി നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു ചെയ്തിരുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാപ്പ ഒരു വാച്ച് റിപ്പയർ ചെയ്തിരുന്ന ഒരാളാണ്. ഇയാൾ ബിസിനസ്സിലൊന്നുള്ള ആളല്ല. അതേപോലെ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വന്തമായിട്ടുള്ള വാച്ച് റിപ്പയറിങ്ങിൻ്റെ ഒരു കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഒരു ബിസിനസ് പാരമ്പര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നും ബിസിനസ്സിലേക്ക് വരണമെന്നുള്ളൊക്കെ ഒരു സ്വന്തമായിട്ടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇതിലേക്ക് വന്നതും. അതേപോലെ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് കുഴപ്പമില്ല, നന്നായിട്ട് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. പക്ഷേ ഫാമിലി നമുക്ക് നമ്മളെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് നമുക്ക് ഫാമിലി സപ്പോർട്ടായിരുന്നു. അതിൽ വേറെ ഫാമിലിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണത് ചെയ്ത് മുന്നോട്ട് വന്നത്. 87 ഈ ബ്രാൻഡ് ഹാപ്പി എന്നുള്ള ബ്രാൻഡ്, ഇപ്പോൾ ഈ ശബരി എന്നുള്ള ബ്രാൻഡ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നുള്ളത് തോന്നിയുകൊണ്ടാണ് ഈ ശബരി കുറച്ചും കൂടിയും ആളുകളുടെ ആകർഷിക്കുന്ന പേരാണ് ഹാപ്പി എന്നുള്ളതിലേക്കാണ് നമ്മൾ ഹാപ്പി എന്നുള്ള പേരിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. ഈ ഹാപ്പി ശരിക്കും എങ്ങനെയാ, ആരായിരുന്നു ആ പേര്? അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് തോന്നിയിരുന്നൊരു പേര് അന്നും കിട്ടുന്നു മാത്രമേ ഉള്ളൂ. വേറെ ആരും സജസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ല. നമുക്ക് സ്വന്തം തോന്നിയിരിക്കുന്ന ഒരു പേര്. പ്രത്യേകിച്ച് നമ്മളെ ഫുഡ് ഐറ്റം, നമ്മൾ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ്, ഒരു സാധാരണ നിലക്ക് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഫീലിംഗ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആവുന്ന സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആവുന്ന സമയത്തും ഒക്കെ നമുക്കൊരു സന്തോഷം മനസ്സിലുണ്ടാവില്ല, ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ആ സന്തോഷം തന്നെ നമ്മളെ ബ്രാൻഡ് നെയിമിന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളത് അന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഹാപ്പി എന്നുള്ള ബ്രാൻഡ് നമ്മളിതിന് തീരുമാനം എടുക്കാനും അങ്ങനെ ബ്രാൻഡ് അതിന് നിശ്ചയിക്കാനൊക്കെ കാരണം. 87 ഞങ്ങളിവിടെ SLK ഫുഡ് പ്രോസസ്സിംഗ് എന്ന സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു സെമി ഓട്ടോമേറ്റഡ് രീതിയിലുള്ള പ്രൊഡക്റ്റൊക്കെ കമ്പനി മെഷീനറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ 87 മുതൽ പിന്നെ 95 സമയത്ത് വീണ്ടും നമ്മളൊരു കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്റ്റിൻ്റെ റേഞ്ചും കൂട്ടി. അന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ പിക്കിള്, വിനീഗർ, സിന്തറ്റിക് സിറപ്പ് മുതലായ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 87 നമ്മൾ ഹാപ്പി എന്നുള്ള ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ സ്ക്വാഷ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. സ്ക്വാഷ് അന്ന് മാർക്കറ്റിൽ ലഭ്യമായിരുന്നത് കിസാനും അതേപോലെ ഡിപ്പീസും ഒക്കെ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ഹെർബർട്ട്സൺ ലിമിറ്റഡ്, അതേമാതിരി ഹിന്ദുസ്ഥാൻ ലിവർ ഇപ്പോൾ ചെയ്യുന്ന കിസാനും ഒക്കെ ആയിരുന്നു അന്ന് മാർക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ പ്രധാനമായിട്ടുള്ളൊരു ടാസ്ക്. അപ്പോൾ അത് നമ്മളെങ്ങനെ കവർ ചെയ്തെന്നിരിക്കുക വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റിന് അതിനോളം തന്നെ ക്വാളിറ്റി ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും പാക്കിങ്ങിലും അതേ രീതിയിൽ അട്രാക്റ്റീവായ രീതിയിൽ പാക്കിങ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മളെ ആ കാലഘട്ടത്തിൽ നമുക്ക് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ നേരിട്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്ന അതിൽ നിന്ന് മാറി പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്സിലേക്ക് നമ്മൾ വന്നു. 95 പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കമ്പനി 95 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ 2000 നമ്മൾ വേറെയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ബോട്ടിൽസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന, പെറ്റ് ബോട്ടിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബോട്ടിലാണ്. പിന്നെ 87 നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിരുന്നത് ഈ നമ്മുടെ ഒരു ഹാപ്പീൻ്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, പിന്നെ നാച്ചുറൽ ഫ്രൂട്ട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഡ്രിങ്ക്സ്. അന്ന് മാർക്കറ്റിൽ സിന്തറ്റിക് ഡ്രിങ്ക്സാണ് കൂടുതൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്, ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് സിന്തറ്റിക് ആയിട്ടുള്ള.
അത് മാറ്റിയിട്ട് റിയൽ ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് മാംഗോ, പൈനാപ്പിൾ, ഗ്രേപ്പ് ഒക്കെ റിയൽ ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആദ്യമായിട്ട് 87 തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് കേരളത്തിൽ അതിന് വൈഡായിട്ട് നല്ല മാർക്കറ്റ് കിട്ടിയിരുന്നു, നല്ല അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു കൺസ്യൂമർ എത്തുന്ന. ആ പ്രൊഡക്റ്റിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ സ്ക്വാഷിലേക്കും ബാക്കിയുള്ള സോസിലേക്കും ഒക്കെ മാറി. ഇപ്പോൾ ടൊമാറ്റോ സോസൊക്കെ അന്ന് ഇവിടെ ലോക്കലായിട്ടുള്ള മറ്റുള്ള കമ്പനികളൊന്നും അധികം ഉണ്ടാക്കാറില്ലായിരുന്നു. ഇവിടെ കിസാനോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ഡിപ്പിസോ അതേമാതിരിയുള്ള കമ്പനികളൊക്കെ ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സോസും ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സോസിൽ തന്നെ വിവിധ തരത്തിലുള്ള സോസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഈ ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് തുടങ്ങിയ വിവിധ തരങ്ങളിലുള്ള ഫ്ലേവറായിട്ട് ഉണ്ടാക്കും. പിക്കിൾസിലും അതേപോലെ തന്നെ വിവിധ തരങ്ങളിലുള്ള പിക്കിൾസ് ഞങ്ങൾ അതിൻ്റെ പാക്കിങ്ങിലും അതേമാതിരി ലേബിളിങ്ങിലും ഒക്കെ കൺസ്യൂമറിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജിങ്ങിലേക്കൊക്കെ നമ്മൾ പോകാൻ തുടങ്ങി. അതിനുള്ളൊരു പ്രധാന കാരണം ഞങ്ങൾ അന്താരാഷ്ട്ര ലെവലിലുള്ള ഇൻ്റർനാഷണൽ എക്സിബിഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എക്സിബിഷനിൽ പോവുകയും അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ലോകത്ത് വരുന്നത് എന്നുള്ളതും പാക്കേജിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ പ്രൊഡക്ഷനിൽ എന്തെല്ലാം ആധുനിക മെഷീനറീസാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത്, അതിനുള്ള റോ മെറ്റീരിയൽസും അതേപോലെ ഇൻഗ്രീഡിയൻസും ഒക്കെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ വിദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ എക്സിബിഷൻ, ഇൻ്റർനാഷണൽ എക്സിബിഷനിലൊക്കെ നമുക്ക് പല സമയത്തായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതുകൊണ്ടും അതിന് പങ്കെടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും നല്ല രീതിയിലേക്കുള്ള പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടുവരാനൊക്കെ പറ്റി. അതേപോലെ 2000 ആയപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിൽ കുറേയും കൂടി നമുക്ക് പിന്നെ ഈ ഇലക്ട്രോണിക്സ് മീഡിയയിലും അതേപോലെ ടി വിയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന്, അതേപോലെ തന്നെ മാധ്യമങ്ങളിലുള്ള പത്രങ്ങളിൽ കൂടിയുള്ളൊക്കെ പരസ്യമൊക്കെ പ്രൊഡക്റ്റിന് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ കുറേ കൂടി നല്ല മാധ്യമമാണ് എന്നുള്ള നിലക്കാണ് അന്ന് 2000 നമ്മൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു പരസ്യം നമ്മൾ എടുക്കാൻ കാരണം. ആ പരസ്യം പോപ്പുലർ ആകാനുള്ള പ്രധാന കാരണം നമ്മൾ അന്ന് ടി വി ഒക്കെ എന്ന് പറയുകഴിഞ്ഞാൽ എല്ലാ വീടുകളിലും സാധാരണ നിലക്ക് ടി വി ഉള്ളതെന്ന് പറയുകഴിഞ്ഞാൽ കുറഞ്ഞ വീടുകളിലൊക്കെയാണല്ലോ ടി വി ഉണ്ടായത്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ടി വി കാണണമെങ്കിൽ അടുത്ത വീട്ടിലുള്ള എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ടി വി കണ്ടിരുന്നത്. അക്കാലത്ത് നമ്മളൊരു ചിത്രഗീതം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ദൂരദർശനിൽ നല്ല ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ളൊരു പ്രോഗ്രാം ഈ ചിത്രഗീതയായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിൽ നിന്നുള്ള ആളുകളും ടി വിയുള്ള വീട്ടിൽ പോയിട്ട് ഇത് കാണുന്ന ഒരു ആ പ്രോഗ്രാം ഞങ്ങളിതിന് സ്പോൺസർ ചെയ്തിരുന്നു കുറേ കാലം. ചിത്രഗീതം, അതിന് ചിത്രഗീതത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മൾ പിന്നെ സ്വർണ്ണ നാണയങ്ങളും അതേപോലെയുള്ള അതിൽ മത്സരങ്ങളൊക്കെ നമ്മൾ വെച്ചിരുന്നു. അപ്പം അതിൽ നേരിട്ട് ആ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുത്തിട്ട് പലവർക്കും നമ്മൾ സ്വർണങ്ങളും അതേപോലെ പിന്നെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തു. ഒരുപാട് കാലം ആ പ്രോഗ്രാം ഞങ്ങൾ സ്പോൺസർ ചെയ്ത് പോകും. ആ പ്രോഗ്രാം വൈഡായിട്ട് കേരളത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് കാണുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആഡ് നമ്മൾ അതിൽ റൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഹാപ്പി ജാം എന്നുള്ള സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ ഞാനിപ്പോൾ മാനത്ത് വലിഞ്ഞു കയറുന്നുള്ള ആ കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു ആഡും കൂടി എടുത്തപ്പോൾ അത് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പോപ്പുലറായിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനും കൺസ്യൂമറിൽ അക്സെപ്റ്റൻസ് കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റി. അവിടുന്നാണ് ശരിക്കും ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എന്താണെന്ന് പറയുക, നമ്മൾ പ്രൊഡക്റ്റുകൾ എപ്പോഴും ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ നല്ല റോ മെറ്റീരിയൽ മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെപ്പോഴും ക്വാളിറ്റിയിൽ യാതൊരു കാരണത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് ഞങ്ങളെ ഫാക്ടറിയിൽ തന്നെ യഥാർത്ഥ ഫ്രൂട്ടുകൾ തന്നെ വാങ്ങി ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഫ്രൂട്ട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ജാമാണെങ്കിലും അതേപോലെ പിക്കിൾസ് ആണെങ്കിലും അതേപോലെ സ്ക്വാഷ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്തിരുന്നത്. ഇപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്ക് സാധാരണ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ടൊമാറ്റോ തന്നെ അതിൻ്റെ പൾപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നത്, ഒറിജിനൽ ടൊമാറ്റോ. അപ്പോൾ അതിലൊന്നും വേറെ കൃത്യമായിട്ടുള്ള വേറെ ഒരു സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ പ്രൊഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് ഞങ്ങൾ തന്നെ അത് വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തി നല്ലതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടി നല്ലതാണെന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്.
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഈ 40 വർഷം ഈ ഒരു ഫീൽഡിൽ മാർക്കറ്റിൽ നമുക്ക് നമ്മളെ ഇവിടെ മത്സരിക്കാൻ പറ്റുന്ന കോമ്പറ്റീറ്ററെ എല്ലാവരെയും മറികടന്നുകൊണ്ട് മാർക്കറ്റിൽ നിലനിൽക്കാൻ നമുക്ക് പറ്റിയിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് നമ്മളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 95 ഞങ്ങൾ രണ്ടാമതൊരു കമ്പനി തുടങ്ങി എന്നുള്ളത്. 95 രണ്ടാമത് കമ്പനി തുടങ്ങിയപ്പോൾ ആ കമ്പനി കുറേ കൂടി നമുക്ക് ഫുള്ളായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഹൈജീനിക്കായിട്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള മെഷീനറിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ കമ്പനി 95 സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഈ രണ്ട് ബൈക്ക് കമ്പനികളും വരുന്നത് ഈ നമ്മുടെ മെയിൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് സബായിട്ടാണ് കമ്പനി ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ തന്നെ 2 വേറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി തുടങ്ങിയതും. പിന്നെ നമുക്കൊരു എഞ്ചിനീയറിംഗ് യൂണിറ്റും തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള മെഷീനറീസ് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റ് കൊടുത്തത്. അപ്പോൾ ആ കമ്പനിയിൽ വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്ങിനും അതേപോലെ സീലിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള മെഷീനറീസ് ഞങ്ങൾ തന്നെ ആ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പോയി. പിന്നെ മാർക്കറ്റിംഗ് സെറ്റപ്പിലും അതിന് ശേഷം ഞങ്ങൾ കുറേ മാറ്റങ്ങൾ വരുത്തി. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ നേരിട്ട് തന്നെ വണ്ടിയിൽ പോയിട്ട് ഓരോ ഡീലേഴ്സിൻ്റെ അടുത്തേക്കും സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു മാർക്കറ്റിംഗാണ് നടത്തി തുടക്കത്തിൽ. അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പിലേക്ക് ഞങ്ങൾ പോയി. ഒരു മാർക്കറ്റിംഗ് മാനേജറെ 87 ശേഷം ഞങ്ങളൊരു മാർക്കറ്റിംഗ് മാനേജറെ അപ്പോയിൻറ്റ് ചെയ്തു. മാർക്കറ്റിംഗ് മാനേജർ അണ്ടറിൽ റീജിയണൽ മാനേജറും പിന്നെ സെയിൽസ് മാനേജേഴ്സും അതേപോലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു മാർക്കറ്റിങ്ങിനൊരു ടീമിനെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി. ആ ടീമായിരുന്നു കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും പോയിട്ട് അവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഞങ്ങൾ സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അത് നമ്മളെ സെയിൽസ് ഫീൽഡിലുള്ള സ്റ്റാഫ്, സെയിൽസ് ഓഫീസേഴ്സും അതേപോലെയുള്ള പിന്നെ മാർക്കറ്റിങ്ങിലുള്ള ടീമൊക്കെ അവർ അതാത് കടകളിൽ പോയി അവിടെ സാധനങ്ങൾ എത്തുന്നുണ്ടോ, അവർ കൊടുക്കുന്നുണ്ടോ ഇല്ല, അവരെ ഓർഡർ എടുത്തിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഞങ്ങളൊരു മാർക്കറ്റിംഗ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലുണ്ടായൊരു പറഞ്ഞു ആദ്യത്തെ ഓഫീസ് തന്നെ അവർ തിരിച്ചു വേണമെന്ന് ചോദിക്കുന്നൊരു പ്രതിസന്ധി തുടക്കത്തിലുണ്ടായി. പിന്നീട് അങ്ങോട്ട് അത് തുടക്കമാണ്, ആദ്യത്തെ 2ാമത്തെ വർഷത്തിലാണ്. പിന്നെയും 38-40 വർഷത്തിനടുത്ത് പിന്നെയും ഉണ്ടായി. ഇത്രയും കാലത്തിനിടക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളൊരു ഘട്ടം വന്നത് എപ്പോഴായിരുന്നു? പിന്നെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? പ്രതിസന്ധി ഘട്ടം വന്നിരിക്കുന്നത് നടക്കാൻ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നത് നടക്കാൻ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന 3 വർഷം ചെയ്തിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി തിരിച്ചിട്ട് അതിൻ്റെ ഓണർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ സമയത്താണ് ഒരു പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത്. പിന്നെ ഞങ്ങളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രയാസം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ട് വേറൊരു കമ്പനി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയിരുന്നു നമുക്ക് ഏറ്റവും വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രയാസം വന്നിരിക്കുന്നത് മാർക്കറ്റിങ്ങിലുള്ള കോമ്പറ്റീറ്ററോട് കോമ്പറ്റ് ചെയ്യുന്നൊരു പ്രയാസങ്ങൾ, അവരെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. അതാണ് അതിന് നമ്മൾ മാർക്കറ്റിങ്ങിൽ കുറച്ചുകൂടിയും ഈ മാർക്കറ്റിംഗ് ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻ്റായിട്ട് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടും ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പിലേക്കൊക്കെ നമ്മൾ പോയതുകൊണ്ടാണ് മാർക്കറ്റിൽ നമുക്ക് അവരെ കോമ്പറ്റീറ്ററെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റിയത്. ആ രീതിയിലാണ് നമ്മൾ മാർക്കറ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയി. ശരിക്കും അതൊരു പ്രതിസന്ധി ആയിരുന്നെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പം അവരാ കമ്പനി ആയിരിക്കും പിന്നീട് നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു സ്വന്തം ബ്രാൻഡ് ഉണ്ടാവാനും കൂടി ഒരു അത്തരം പ്രതിസന്ധി, അതായത് നമ്മൾ ഏതൊരു നെഗറ്റീവ് ഉണ്ടാകുമ്പോഴും അതിലൊരു പോസിറ്റീവ് കാണണം എന്നുള്ളത്. ആ ഒരു നെഗറ്റീവാണ് നമുക്ക് പോസിറ്റീവായിട്ട് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കാനും പിന്നെ ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ നമുക്ക് ഓൺ പ്രെമിസസ് തന്നെ സ്വന്തം ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനും അതിനൊക്കെ ഉണ്ടായിരുന്ന സാധ്യത. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മളൊരു വ്യവസായം തുടങ്ങുകയാണെങ്കിലും വ്യവസായം കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പ്രതിസന്ധി പ്രധാനമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ ആ കാലഘട്ടത്തിലൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുമായില്ല. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു ലൈസൻസിങ് പ്രോസസ്സും അതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു വ്യവസായം തുടങ്ങുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ലൈസൻസിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചുരുങ്ങിയത് ഒരു 10 വർഷം തന്നെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ലോണ് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ ഒരു ലൈസൻസ് കിട്ടുക എന്നുള്ള പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടായി. ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ മറികടന്നിട്ടാണ് നമ്മൾ ഈ ഒരു വ്യവസായം കേരളത്തിൽ പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. അതിന് ഒരുപാട് സപ്പോർട്ടുകൾ
പല ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സപ്പോർട്ടുകൾ കൊണ്ടൊക്കെയാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയത്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റും പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിലുള്ള ഡെവലപ്മെൻറ്റും മിഷനറീസും പുതിയ മിഷനറീസൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതാത് സമയത്തിനനുസരിച്ചുള്ള പാക്കേജിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഇതുണ്ടായത്. ഈ പല ബിസിനസ്സിൻ്റെ ഇപ്പോൾ കുറേ മോട്ടിവേഷൻ ബിസിനസ്സിനെ ഇതൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ബിസിനസ്സിൻ്റെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ശരിക്കും ഇപ്പോൾ പുതിയ ബിസിനസ്സുകാരോട് പറയുന്ന ഒരു സാധനമാണ് സാർ കുറേ കാലം മുമ്പ് നേരത്തെ പറഞ്ഞപ്പോൾ ചെയ്തത്, അതായത് നിങ്ങളുടെ പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പാക്കിങ്ങിൽ ഒരു പുതിയ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ശരിക്കും പോകുന്നത്. പുറത്തുള്ളതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അത്തരം എക്സ്പോകളിൽ പങ്കെടുക്കുന്നു. ശരിക്കും ഇപ്പോഴത്തെ കാലത്തുള്ള ബിസിനസ് കൺസൾട്ടൻസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും, പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് 10-30 വർഷം മുമ്പ് സാർ ചെയ്തത്. ശരിക്കും അതൊരു വലിയ തോട്ടാണ്. എവിടെ നിന്നായിരുന്നു ശരിക്കും ഇത്തരം തോട്ടുകളിലേക്കൊക്കെ ഉള്ള നമ്മൾ പഠിച്ച ഒരു അല്ല, അതിൽ പ്രധാനമായിട്ടും കാരണം നമ്മളെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇത് വിൽപ്പനക്ക് പോകുന്നത് ഞാൻ നേരിട്ട് തന്നെ പോയിരുന്നത്. അപ്പം മാർക്കറ്റിൽ പോകുന്ന സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മറ്റുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ആ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ ബാക്കിയുള്ള കമ്പനികൾ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഇതിനുള്ള എങ്ങനെ നമുക്കും അതേപോലെ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതേപോലെ ഇൻ്റർനാഷണൽ എക്സിബിഷനിലും അതേപോലെയുള്ള കൂടുതൽ ഇതിനെ പാക്കേജിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിവ് എവിടുന്ന് ലഭിക്കും, കൂടുതൽ മെഷീനറീനെ പറ്റിയിട്ട് എവിടുന്ന് അറിവ് കിട്ടും, കൂടുതൽ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ എവിടുന്നാണ് ലഭിക്കുക എന്നുള്ളത് ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇതേപോലെയുള്ള എക്സിബിഷനിലും അതേപോലെയുള്ള സെമിനാറുകളിലും ടെക്നിക്കൽ സെമിനാറിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയതും. അതുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരാനൊക്കെ പറ്റിയത്. നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഈ ഹാപ്പിയുടെ ബ്രാൻഡുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത് കാണും. സാറ് പറഞ്ഞ് തുടക്കത്തിലൊരു വാഹനം പോലും ഉണ്ടായിരുന്നില്ല, വാടകയ്ക്ക് വാഹനം എടുത്തിട്ടാണ് പോയിരുന്നെന്നുള്ളത്. അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ശരിക്കും വലിയൊരു ചേഞ്ചാണ്. ശരിക്കും ഇപ്പോൾ ഹാപ്പിക്ക് വേണ്ടി ഓടാൻ എത്ര വാഹനങ്ങൾ ഉണ്ടാകും മൊത്തം? ഇപ്പോൾ നമ്മൾ 11 വാഹനങ്ങളുണ്ട്. നമ്മൾ സാധനങ്ങൾ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വർക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 11ഓളം വണ്ടികൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ട് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആ വാഹനങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു 100ഓളം വാഹനങ്ങൾ ഇതെല്ലാം കൂടി നമ്മൾ ഏകദേശം 110 ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കുണ്ട്. ആ 110 ഡിസ്ട്രിബ്യൂട്ടർക്ക് എല്ലാ ഡിസ്ട്രിബ്യൂട്ടർക്കും ഓരോ വാഹനങ്ങളുണ്ട്. അപ്പോൾ 100ൽ കൂടുതൽ വാഹനങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഗുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വാഹനങ്ങൾ നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ബാക്കി റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ പോലെ വലിയൊരു വിജയം ഉണ്ടാകുന്നുണ്ട്. എല്ലാ വിജയത്തിലും എന്നും പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? അതായത് തുടക്കം മുതൽ ഞാൻ ഇത് തന്നെ ആയിരിക്കും ഇനി എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്ന് വിചാരിച്ച്? ഇത് നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ പ്രൊഡക്റ്റ് നമ്മൾ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു മുറുകെ പിടിച്ചിരുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ സത്യസന്ധത പുലർത്തുക എന്നുള്ളത്, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് വിശ്വാസ്യതയും സത്യസന്ധതയും പുലർത്തിയിട്ട് ഒരു പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂവിനുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു ഒരു 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 പ്രത്യേകത ഇതുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയിരിക്കുന്നത്, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചത്. നമ്മുടെ പ്രൊഡക്റ്റുകൾ കഴിക്കുന്നതിൻ്റെ ആരോഗ്യം കൂടി നമ്മുടെ അവരുടെ സംതൃപ്തിയാണല്ലോ നമുക്ക് വിജയം. ഏതായാലും നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുക അതിൻ്റെ ഗുണമേന്മയെന്നും നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു റിപ്പീറ്റ് സെയിൽ വരുള്ളൂ. അതായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു മോട്ടോ. ഈ റിപ്പീറ്റ് സെയിലാണ് ഏറ്റവും ശരിക്കും ബിസിനസ്സിൻ്റെ വളർത്തുന്ന ഒരു കാര്യം അല്ലേ? ഫസ്റ്റ് സെയിൽ ചിലപ്പം പലപ്പോഴും നടക്കും. റിപ്പീറ്റ് സെയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പീറ്റ് സെയിൽ നടക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും വാങ്ങുള്ളൂ. ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാലാണല്ലോ വീണ്ടും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു റിപ്പീറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം എപ്പോഴും നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതും ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ താങ്കളും സഹോദരൻ മാത്രമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇപ്പോൾ നിരവധി ജീവനക്കാരുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റി നിർത്തിയാൽ പോലും ഇവിടെ മാനുഫാക്ചറിങ്ങിൽ അതുപോലെ ബാക്കി കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിരവധി സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫിനൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് അവരോടൊക്കെ പറയാം. കാരണം
എല്ലാവരുടെയും താങ്കളുടെ ഒരു സ്വപ്നമായിരുന്നെങ്കിൽ അവരുടെയൊക്കെ ഉപജീവന മാർഗം കൂടിയാണ്. അപ്പോൾ എല്ലാവരോടും കൂടി എന്താണ് അവർക്ക് പറയാറുള്ള എപ്പോഴും സാധാരണ തൊഴിലാളികൾക്കുള്ള അവരുടെ ക്ഷേമ പ്രവർത്തനത്തിനും അവരുടെ കാര്യങ്ങളും എപ്പോഴും നമ്മൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ ഇത്രയും കാലഘട്ടത്തിലുള്ള ഈ വ്യവസായ സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തൊഴിലാളികളായിട്ട് നമുക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അത് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോൾ അവരുടേതായിട്ടുള്ള സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ESIO EPFO അതേമാതിരി അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളോ അവർക്കുള്ള ബോണസുകളോ അതേമാതിരി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ശമ്പളമൊക്കെ ഈ മറ്റ് കമ്പനികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്നെ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇതുവരെ ഇത്രയും കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് നമുക്ക് നല്ല സഹകരണമാണ് നമുക്കുണ്ടായത്. നല്ല ഈ കമ്പനിയോട് നല്ല ആത്മാർത്ഥമായി തന്നെ വളരെ സപ്പോർട്ടീവായി തന്നെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത് ഉയർച്ചയുണ്ടായിരിക്കുന്നത്. ഏത് സ്ഥാപനമാണെന്ന് വെച്ചാൽ ആ തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യവസായ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുണ്ടാവണമെങ്കിൽ തൊഴിലാളികളായിട്ട് നമ്മളൊരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം നമുക്ക് ഉണ്ടാവണം. തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു വ്യവസായം നമുക്ക് ആ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും ഏറെ വിജയിച്ചൊരു കമ്പനി എന്നുള്ള നിലക്ക് താങ്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ ഖാലിദ് എന്ന വ്യക്തിക്ക് ഇത്രയും കാലത്തെ ഈ ഒരു ജേണിയിൽ ഞാൻ ഇന്ന രീതിയിൽ മെച്ചപ്പെട്ടു എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ എനിക്ക് ഈ നേട്ടം ഉണ്ടായെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അല്ല, നമുക്ക് സമൂഹത്തിൽ നമുക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റും ഇതേമാതിരി ഒരു ബ്രാൻഡും ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ പിന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് അറിയപ്പെടാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് മാറാൻ പറ്റി. അതുപോലെ സമൂഹത്തിൽ നമുക്ക് ഈ വ്യവസായ സംരംഭം തുടങ്ങുന്നവർക്കും അതേമാതിരി വ്യവസായ സംരംഭം തുടങ്ങിയവർക്കുമൊക്കെ അവർക്ക് കൂടുതൽ ഇനി പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ഒക്കെ സാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. വ്യവസായ അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റി. ഇപ്പോൾ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം വരെ സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷം കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ. ചേംബർ ഓഫ് കൊമേഴ്സ് അതേപോലെ തന്നെ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറി ആയിട്ടും അതേപോലെ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഇപ്പം നിലവിൽ വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റായിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും പല ഇതിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ഫുഡ് പ്രോസസ്സിംഗ് അസോസിയേഷൻ്റെ മെമ്പറായിട്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അസോസിയേഷനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളായിട്ട് നമുക്ക് ബന്ധപ്പെടാനും പരിചയപ്പെടാനും പുതിയ മേഖലയിലൊക്കെ നമുക്ക് അങ്ങോട്ട് ഈ വ്യവസായത്തെ ഏതെല്ലാം രീതിയിൽ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ വ്യവസായത്തിലുള്ള ഇതേപോലെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും അറിവുകളും ഒക്കെ ബാക്കിയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വ്യവസായവൽക്കരണത്തിൽ നമുക്കൊരു ഭാഗമാക്കാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യമാണ്. അതേപോലെ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന വ്യവസായത്തിന് വന്നിരിക്കുന്ന പല മാറ്റങ്ങളും ഉണ്ടല്ലോ. ഇന്നത്തെ ഈ നിയമവ്യവസ്ഥയിലുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടി നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ഒരുപാട് സജഷനും ഒരുപാട് നമുക്കുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനും അതേപോലെ ആ ബോധ്യപ്പെടുത്തുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള പല ലഘൂകരിച്ച നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയാണ് നമുക്ക് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കേരളത്തിലുള്ള ഒരു പുതിയ വ്യവസായം തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി വളരെ ലളിതമായിട്ടുള്ള ലൈസൻസിങ് വ്യവസ്ഥകളൊക്കെ ഗവൺമെൻറ് അതാത് കാലഘട്ടത്തിലുള്ള ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റിയത് അസോസിയേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമുക്കുണ്ടായിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണ് എന്നുള്ളത് ഗവൺമെൻറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് ഗവൺമെൻറ് അതിൽ നിന്ന് ഒക്കെ ഈ വ്യവസായ രംഗത്തേക്ക് കേരള വ്യവസായവൽക്കരണത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനുള്ള
ഒരുപാട് പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത ഒരു 10-15 വർഷത്തിൻ്റെ ഇടയ്ക്ക് വിവിധ ഗവൺമെൻറ്റുകൾ ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ്റും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളിൽ നിന്നൊക്കെ അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ കുറേ ഉണ്ട്. പ്രത്യേകിച്ച് അസോസിയേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്താകുമ്പോൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ടായിരിക്കും. ശരിക്കും മണി മോട്ടീവ് ആയിരിക്കണോ ബിസിനസ്? അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഞാനിപ്പോൾ എനിക്ക് കുറേ പണം വേണം, അതുകൊണ്ട് ഞാനൊരു ബിസിനസ് ചെയ്തേക്കാം എന്നാണോ ചിന്തിക്കേണ്ടത്? അതല്ലെങ്കിൽ എന്താണ് ശരിക്കും ബിസിനസ് ചെയ്യാൻ പോകുന്നവരോട് പറയാനുള്ളത്? അല്ല, ബിസിനസ് ചെയ്യാൻ പോകുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ബിസിനസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കണം. ആ പ്രൊഡക്റ്റിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്കുണ്ടാവുന്ന അതേപോലെ തന്നെ സമൂഹത്തിന് എന്ത് നേട്ടമുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മളുണ്ടാക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ബേസിക് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടാകുന്ന കാർഷിക പ്രൊഡക്റ്റുകൾക്ക് ഒരു വാല്യൂ ആഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നത് കൊണ്ട് നമ്മളെ കർഷകരും അതേപോലെ നാട്ടിലുള്ള സമൂഹവും അതിൽ മാറ്റം വരിക. അപ്പോൾ അതിനെയും കൂടി നമ്മളെ ഈ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നാട്ടിൽ വില കിട്ടുകയും അതൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാറ്റി ഇവിടെ നമ്മുടെ കൺസ്യൂമർക്കും അതേപോലെ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നാടിനും ഒരു വികസന സാധ്യത വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു വികസനം കൂടി തന്നെയാണ് വ്യവസായം എന്നുള്ളത്. വ്യവസായം വന്നു കഴിഞ്ഞാൽ തൊഴിലുകൾ ആളുകൾക്ക് കിട്ടി, കുറേ ആളുകൾ തൊഴിലെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം ഈ നാടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ട് വ്യവസായ രംഗത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നാടിൻ്റെ വികസനം കൂടിയാണ്, അതേപോലെ സമൂഹത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയും കൂടിയാണ് ഒരു വ്യവസായം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വ്യവസായ രംഗത്തേക്ക് എല്ലാവരും കടന്നു വന്ന് പുതിയ വ്യവസായങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാടിൻ്റെ വികസനത്തിന് അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പലരും ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നു. കാരണം അപ്പോൾ അവരുടെ എവിടെയാണ് അവർക്കൊക്കെ പറ്റുന്ന ഒരു തെറ്റ്? പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പം ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്കായി പോകാൻ സാധ്യത ഉണ്ട്. അത് ഒന്നാമത് 2-3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന ഒരു വ്യവസായം അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിവ് നേടാൻ വേണ്ടി ശ്രമം നടത്തണം. അപ്പോൾ അത് ഏത് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിൻ്റെ പ്രൊഡക്റ്റുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമ്മൾ പഴയ കാലത്ത്, ഞാൻ തുടങ്ങുന്ന കാലത്ത് 1987 ഉണ്ടായിരുന്ന ആ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ പീനട്ട് ബട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് GCC കൺട്രിയിലും അതേപോലെ വിദേശത്തുള്ള അമേരിക്കയിലും UK ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം. അതിപ്പോൾ ഇവിടെ നാട്ടിലും ജനങ്ങളെല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഉപയോഗിക്കാൻ തുടങ്ങാൻ കാരണം ആ ഒരു പ്രൊഡക്റ്റ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനുള്ള ഗുണം എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയത് കൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് നമുക്കിവിടെ മാർക്കറ്റിൽ കൂടുതൽ ഇത് കിട്ടിയത്. ആ പ്രൊഡക്റ്റിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്കുള്ള ഒരു ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് നമ്മൾ ബോഡി ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഷുഗറില്ല, അത് നാച്ചുറൽ പീനട്ട് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അതിലുണ്ട്. ഷുഗറും വേറെ മറ്റ് സോൾട്ടോ ഒന്നും ഉപയോഗിക്കാതെ ഓൺലി നാച്ചുറൽ പീനട്ട് മാത്രം ഉപയോഗിച്ചിട്ട് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ കുട്ടികൾക്കും സാധാരണ ആളുകൾക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ക്രീമി ക്രഞ്ചി എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ചെറിയ അളവിൽ ഷുഗറൊക്കെ ഉള്ള ഇതിൽ ട്രാൻസ്ഫാറ്റോ കൊളസ്ട്രോളോ അതല്ലെങ്കിൽ ഷുഗറിനോ ഒന്നും ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ളവർക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പീനട്ട് ബട്ടർ. അത് വിദേശ രാഷ്ട്രങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ അതിന് നല്ല ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. മാർക്കറ്റിൽ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള നമ്മളുടെ വ്യവസായത്തിലും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള അപ്ഡേഷൻ എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. എന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ അപ്ഡേഷൻ നടത്താത്തത് കൊണ്ടാണ് പല വ്യവസായങ്ങളും തകർന്നു പോകുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാർക്കറ്റിൽ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും മാർക്കറ്റിൽ ഫെയിലിയറായി പോകുന്നത്.
ഇപ്പോൾ ഇനി AI-ൻ്റെ ഒരു കാലം അല്ലേ, അതിലേക്ക് ഒരു മാറ്റം വരും. താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ സെമി ഓട്ടോമേറ്റഡിലേക്കൊക്കെ മാറി. ഇനിയിപ്പോൾ AI-ൻ്റെ കാലത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 10 വർഷത്തേക്ക് എന്തായിരിക്കും നമ്മുടെ കമ്പനി എങ്ങനെയായിരിക്കും ഹാപ്പി ഉണ്ടാവുക എന്നുള്ളത്? അല്ല, ഇപ്പം നമ്മൾ ഈ വേൾഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡിൽ എന്താണോ സംഭവിക്കുന്നത് വെച്ചാൽ അതും കൂടി നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണലായിട്ട് നടക്കുന്ന സെമിനാറുകളിലും അതേപോലെ തന്നെ എക്സിബിഷനിലൊക്കെ പങ്കെടുത്തിട്ട് ലോകത്ത് നിന്ന് എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതും കൂടി നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പാക്കിങ് ഇപ്പോൾ വളരെ ചെറിയ പോർഷൻ പാക്കുകൾ നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നു. ഉടനെ തന്നെ പോർഷൻ പാക്ക് ഇറക്കാൻ പോകുന്നു. ഈ പോർഷൻ പാക്ക് എന്ന ഒരു സമയത്ത് മാത്രം ഉപയോഗപ്പെടും. ഇപ്പോൾ യാത്രയിലൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രെഡിൽ ജാമും നമുക്ക് ഉപയോഗിക്കണമെങ്കിലോ പീനട്ട് ബട്ടർ ഉപയോഗിക്കുന്ന ഒരു സമയത്തിന് മാത്രമുള്ള ചെറിയ പോർഷൻ പാക്കുകളിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ പുഡിങ്ങും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ പോർഷൻ പാക്കുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മെഷീനറി കൂടി കൊണ്ടുവന്ന് അതിൽ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതാത് സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള R&D നമ്മൾ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ നമ്മളെ ഇൻഹൗസ് ലാബുണ്ട്, ഈ റിസർച്ച് ലാബുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതാത് സമയത്ത് ഓരോ ബാച്ചുകളും ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാബ് ഞങ്ങളെ ഇൻഹൗസ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്ന സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മൾ തന്നെ ലാബിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗവൺമെൻറ് പറയുന്ന സ്റ്റാൻഡേർഡുകളൊക്കെ അത് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് മാർക്കറ്റിലേക്ക് വിടുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ പറയുമ്പോൾ കർഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കും, ശരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എല്ലാ സമയത്തും മാങ്ങ അവൈലബിൾ അല്ല, പക്ഷേ എല്ലാ സമയത്തും ജാം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് പ്രോഡക്റ്റ് ഇങ്ങനെ റോ മെറ്റീരിയൽസ്? റോ മെറ്റീരിയൽ ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മുടെ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ പൾപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അതെടുത്തിട്ട് പൾപ്പാക്കിയിട്ട് സൂക്ഷിക്കും. അപ്പോൾ അത് നമ്മൾ കിട്ടാത്ത സമയത്ത് ആ പൾപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിത് ജാമും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ അച്ചാറുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അച്ചാറിപ്പോൾ മാങ്ങ കൊല്ലത്തിൽ നമുക്ക് 3 മാസമേ പച്ച മാങ്ങ കിട്ടുള്ളൂ. ആ 3 മാസം കിട്ടുന്ന മാങ്ങ ഒരു കൊല്ലത്തേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ കംപ്ലീറ്റ് നമ്മൾ എടുത്ത് ബൾക്കായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് സോൾട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ കേടുവരില്ല. പ്രിസർവേറ്റീവ് കൊടുത്തിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും. അത് നമ്മൾ ആവശ്യമായിട്ടുള്ള സമയത്ത് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം സാധനം പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ലൈമാണെങ്കിലും അങ്ങനെ തന്നെ. കൊല്ലത്തിൽ 2 തവണ മാത്രമേ ലൈം അവൈലബിൾ ആയിരിക്കുള്ളൂ, വില കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രം അത് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ പൾപ്പുകളൊക്കെ ഇപ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഈ പ്രോസസ്സ് ചെയ്തിട്ട് 1 വർഷം 1.5 വർഷം വരെ കേടുകൂടാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അസെപ്റ്റിക് പാക്കേജിങ് എന്ന് പറഞ്ഞ പാക്കേജിങ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ മാംഗോ ആയാലോ അല്ല പൈനാപ്പിൾ ആണെങ്കിലോ വേറെ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ലഭ്യമാകുന്ന സമയത്ത് അതെടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് പൾപ്പാക്കിയിട്ട് ഈ അസെപ്റ്റിക് മെത്തേഡിൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷം വരെ അതിൽ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ തന്നെ അത് നിൽക്കും. ഒന്നും ചെയ്യാം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ റീപ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ജാമായിട്ടോ സ്ക്വാഷായിട്ടോ സിറപ്പായിട്ടോ ഒക്കെ മാറ്റി കഴിഞ്ഞ് അത് മാർക്കറ്റിലേക്ക് കൊടുക്കാം. അത് ഇമ്മീഡിയറ്റ് റീപ്രോസസ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സിങ് മെത്തേഡുണ്ട്. ആ പ്രോസസ്സിങ് മെത്തേഡിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി പുതുതായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അതായത് ഇതിലേക്ക് ഇറങ്ങിയവരോടല്ല, ചെയ്യണം എന്ന് ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കും. അവർക്ക് നൽകാൻ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താ? അല്ല, ഒരു പുതിയതായിട്ടൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാകുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളതിനെ പറ്റിയും കൂടി അവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, പഠിക്കണം. പഠിച്ചിട്ട് മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വേണം വരാൻ. അപ്പം അതിന് കുറച്ച് നല്ല അധ്വാനമുണ്ട്. ഈ കഠിനാധ്വാനം എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു വലിയ പ്രവർത്തനമാണ്. നമ്മളൊക്കെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ നടന്ന്
നമ്മളെ ഈ ഒരു ദിവസത്തിലുള്ള 18 മണിക്കൂറും നമ്മൾ ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നിലയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ പിന്തിരിഞ്ഞ് ഓടാതെ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിട്ട് അതിനോട് തയ്യാറെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിനോട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാനിതിന് പിന്മാറില്ല എന്നുള്ള രീതിയിലേക്ക് അത് നമുക്ക് നടത്തണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ഈ ഇങ്ങനെയുള്ളൊരു വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിലും അവർ ശ്രദ്ധ ചെലുത്താമെന്നുള്ള എന്ത് പ്രൊഡക്റ്റാണ് ഇന്ന് മാർക്കറ്റിൽ മൂവ് ആവാനുള്ളത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് എന്താണ്, ഏത് പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കുറച്ചും കൂടി വളരെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഒരു വ്യവസായ രംഗത്തേക്ക് കടന്നു വരാം. എല്ലാവരും തുടങ്ങുന്നുണ്ട്, അതേമാതിരി തന്നെ ഞാനും അങ്ങ് തുടങ്ങുക എന്നുള്ള ആ ഒരു രീതി നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങി അത് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട് വെച്ചാൽ അത് തന്നെ തുടങ്ങുക എന്നുള്ള ഒരു രീതി നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മളെ മാർക്കറ്റ് കൃത്യമായിട്ട് ഒരു റിസർച്ച് നടത്തിയിട്ട് മാർക്കറ്റിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലേ വിജയിക്കാൻ നമുക്ക് പറ്റുള്ളൂ. എവിടം വരെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരു ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര ലെവലിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് പുതുതായിട്ട് ഇതിലേക്ക് കടന്നു വരുന്ന ആളോട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയ വ്യവസായം തുടങ്ങാൻ വേണ്ടി തുടങ്ങി വരുമ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു സത്യസന്ധത എല്ലാ രംഗത്തും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാന ഘടകമാണ്. അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യവസായം നമുക്ക് പടുത്തുവരുത്താൻ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്താ ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ബിസിനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഇപ്പോൾ മായം ചേർത്തിയിട്ട് എന്ത് പ്രൊഡക്റ്റും ഉണ്ടാക്കാമല്ലോ നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ടൊമാറ്റോ 100% ടൊമാറ്റോ അല്ലാതെ അതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അതെങ്കിൽ ജാം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ജാമിൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മിക്സഡ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സുകളും അതിൽ അടങ്ങിയിരിക്കണല്ലോ. അതടങ്ങാതെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു പൾപ്പ് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് മിക്സഡ് ഫ്രൂട്ട് ജാം തന്നെ ലേബിൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കൃത്രിമങ്ങൾ നമ്മൾ കാണിക്കാതെ നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞ് മാർക്കറ്റിലേക്ക് ആളുകളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രക്രിയ നടത്തിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്കളുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എക്സ്പീരിയൻസ് അത്രയും വർഷത്തെ ഉള്ളതുകൊണ്ട്. ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാം. ഫാമിലിയെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ വ്യവസായം തുടങ്ങുന്നത് ഞാനും എൻ്റെ അനിയനും കൂടിയായിരുന്നു. 1900 നേരത്തെ പറഞ്ഞ മാതിരി 1978 ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങുന്നത്. അനുജൻ 2016 ഒരു അസുഖം വന്ന് മരണപ്പെട്ടു. അതുവരെ ഞങ്ങൾ ഒന്നിച്ചിട്ടായിരുന്നു ഈ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അനുജൻ്റെ കുട്ടികളും ഒരു സെക്ഷനായിട്ടും ഞാനൊരു സെക്ഷനായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രാൻഡ് നെയിം നമ്മൾ ഹാപ്പി എന്നുള്ള ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് നമ്മൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബവും പിന്നെ മകനുണ്ട്. മകൻ എന്നെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ ബിസിനസ്സിലുണ്ട്. അവന് MBA കഴിഞ്ഞാണ്, ബിസിനസ് മാനേജ്മെൻറ്റിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ 4 കുട്ടികളാണ്, 3 പെൺകുട്ടികളും ഒരാണും മാത്രമേ ഉള്ളൂ. പെൺകുട്ടികളെല്ലാവരും വിവാഹം കഴിഞ്ഞതാണ്. വൈഫ് ഹൗസ് വൈഫായിട്ട് തന്നെയാണ്. വ്യവസായത്തിൽ നമുക്ക് നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. അവരുടെ നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കുടുംബത്തിൽ ഫാമിലിയിൽ എല്ലാവരും നമ്മുടെ ഈ വ്യവസായത്തിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ കുട്ടികൾ ഒക്കെ വേറെ വേറെ താമസിക്കുന്നത്. ഞാനും വൈഫും മകനുമാണ് ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഫാമിലി ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്കളുടെ ഭയങ്കര വിലപ്പെട്ട സമയത്തിനിടക്കാണ് ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നത്. അപ്പോൾ സുപ്രഭാതവുമായി സഹകരിച്ചതിന് ഞങ്ങൾ എല്ലാവിധ നന്ദി. താങ്ക് യു. അതോടൊപ്പം തന്നെ സുപ്രഭാതം ഇതേമാതിരിയുള്ള ഒരു അഭിമുഖത്തിന് തയ്യാറായി വന്നതിനും അവരുടെ എഫർട്ട് നമ്മുടെ ഈ വ്യവസായത്തെ പറ്റി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിനും എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ പറയുന്നു. താങ്ക്സ്.
യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.